ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും നമ്മുടെ ആഗ്രഹ സാഫല്യങ്ങളും ഒക്കെയാണ് അല്ലേ. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആ ഒരു പവർ മൂലമാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ വർക്ക് ചെയ്യുന്നത്. ഒരു ചെറിയൊരു കഥയിലൂടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ സബ് കോൺഷ്യസ്, നമുക്ക് രണ്ട് മനസ്സുണ്ട്, ബോധ മനസ്സുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡുണ്ട്. നമ്മുടെ ബോധത്തിനെ തൽക്കാലം നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് പറയാം. അതായത് ആ മനസ്സിന്, ആ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളത് ഒരു യൂണിവേഴ്സൽ പവറാണ് ഉള്ളത്. അതായത് നമ്മുടെ ഈ ഒരു പ്രപഞ്ചശക്തി ഈ ഒരു പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച സമയം ഒരുപാട് കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചത്തിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ആ യൂണിവേഴ്സിൻ്റെ ഒരു ചെറിയ പവർ എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതായത് യൂണിവേഴ്സൽ എനർജിയാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യൻ ഒരുപാട് സൃഷ്ടികൾ നടത്തുന്നു, ഒരുപാട് കാര്യങ്ങളെ മനുഷ്യൻ നിർമ്മിക്കുന്നുണ്ട്. അതായത് ഒരു മുട്ടുസൂചി മുതൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന AI വരെ സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ മനസ്സാണ്. അതായത് സൃഷ്ടിക്കാനുള്ള പവർ സബ് കോൺഷ്യസ് മൈൻഡിന് ഉണ്ടെന്നർത്ഥം. അത്രയും പവറിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളുടെ കൊച്ചു ആഗ്രഹങ്ങളെ നേടിയെടുക്കാനോ ഒന്നും അത്രയും പവറിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് എങ്ങനെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാം എന്നുള്ളത് തുടർന്നുള്ള വീഡിയോകളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.